കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പം ഒരു കാര്യം ഉറപ്പായി, ഈ ഊതി ഉറപ്പിച്ചൊരു ബലൂണാണ് എം സ്വരാജ് എന്ന് പറഞ്ഞ സ്ഥാനത്ത്. കേരളത്തിൽ നമ്മുടെ മീഡിയക്കാർ നോക്കിയാലും സാംസ്കാരിക നായകന്മാരെ നോക്കിയാലും എം സ്വരാജിനെ പറ്റി വലിയ ഡയലോഗ് അടിക്കുന്ന കാണാം. ഭയങ്കര പോരാളിയാണ്, നന്നായി വായിക്കുന്ന ആളാണ്, എവിടെ നിന്ന് ജയിക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു. അതുപോലെ KR മീര എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി പറയുന്നു കേട്ടു, എം സ്വരാജ് നിലമ്പൂരിൽ വന്നു, എന്തൊക്കെ അവിടെ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. സ്വന്തം ജനിച്ചുള്ള നാട്ടിൽ സ്വന്തം പഞ്ചായത്തിൽ പിന്നിലാണ്. 10 വോട്ട് കൂടുതൽ പിടിക്കാൻ പറ്റാത്ത ഒരാളെ പറ്റിയാണ് നമ്മുടെ കേരളത്തിലിരുന്ന് ഇതുപോലെ ആൾക്കാർ ഡയലോഗ് അടിച്ചെന്നുള്ളതാണ്. ഞാൻ ഇനി ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞുതരാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആക്ഷേപിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി. ഈ സുരേഷ് ഗോപിയാണ് സത്യത്തിൽ കേരളത്തിൽ എലക്ഷൻ റിസൾട്ടിൽ ഹീറോയിസം കാണിച്ചത്. പുള്ളി സിനിമയിൽ മാത്രമല്ല റിയൽ ലൈഫിലും ഹീറോയിസം കാണിച്ച ഒരാളാണ്. വേണമെങ്കിൽ തെളിവ് സമയം നമുക്കിവിടെ എം സ്വരാജിനെയും സുരേഷ് ഗോപിയെ വെച്ചിട്ട് ഞാനത് കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞുതരാം. സുരേഷ് ഗോപി നിങ്ങൾക്ക് അറിയായിരിക്കും, താമര ചിഹ്നത്തിൽ ജയിച്ചു പോയ ഒരാളാണ്. അത് ഇതുവരെ ലോക്സഭയിൽ BJP ജയിക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്ത് 70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്നും ജയിച്ച് കേന്ദ്രമന്ത്രിയായ ഒരു വ്യക്തി. ഇതിന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി ആരാണെന്നും സുരേഷ് ഗോപിക്ക് ഒറ്റയ്ക്ക് നേടാൻ പറ്റുന്ന വോട്ട് എത്രത്തോളം ആണെന്നും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപിയെ കളിയാക്കുന്ന പരിപാടി ഇവിടെ വെച്ച് ആൾക്കാരൊക്കെ നിർത്തും. ഈ എം സ്വരാജിനെയൊക്കെ കേരളത്തിൽ നോക്കാൻ റിപ്പോർട്ടർ TVക്കകത്തൊക്കെ ഇരുന്ന അരുൺകുമാറൊക്കെ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്, എന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഇന്നലെ കണ്ടു എം സ്വരാജാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എം സ്വരാജിനെ പോലുള്ള ആൾക്കാരൊന്നും സത്യത്തിൽ നിയമസഭ കാണാൻ യോഗ്യനല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എം സ്വരാജിന്റെ പല സ്റ്റേറ്റ്മെന്റും ഇവിടെ പറയുന്ന പലരും പറഞ്ഞ വിപ്ലവത്തിന്റെ പോരാളി, ഈ ഫലസ്തീൻ വിഷയത്തിലൊക്കെ എന്ത് ഇരട്ടത്തപ്പ് ഡയലോഗടിയായിരുന്നു അറിയാം പുള്ളിക്കാരൻ്റെയൊക്കെ. ഫലസ്തീനികൾ എന്ത് തന്നെ ചെയ്തില്ല, നിരപരാധികളാണ്. ഇസ്രായേലിൽ സാധാരണ 1200 ആളത്തോളം മനുഷ്യരെ ഹമാസ് ഭീകരാക്രമണം നടത്തി കൊല ചെയ്ത് നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് പുള്ളിക്കാരൻ നന്നായിട്ട് അങ്ങ് വെളുപ്പിക്കുന്ന പരിപാടിയായിരുന്നു. ചില പോക്കറ്റ് വോട്ടാണ് ഉദ്ദേശിച്ചത്. അവസാനം എന്ത് പറ്റി, മത്സരിക്കാൻ ചെന്നപ്പം എം സ്വരാജിന് ആ വോട്ട് കിട്ടിയില്ല. അതാർക്കാ പോയത്? അൻവറിനും പോയി, ഷൗക്കത്തിനും പോയി. ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പരിപാടി എന്നൊക്കെ പറയുന്നത്. ഇത് ആർക്കും മനസ്സിലായില്ലാലും എം സ്വരാജിന് മനസ്സിലാവും. പിന്നെ ഈ വർഗീയത തൊലയട്ടെ, വർഗീയതയുടെ വോട്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് BJPയുടെ വോട്ട് വേണം, അവരെ ന്യായീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേരളത്തിൽ ഈ ഇടതുപക്ഷം അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ പോലുള്ള ആൾക്കാർ മതേതരവാദികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ മെയിൻ പരിപാടി. അതുകൊണ്ട് കേരളത്തിൽ ഇമാതിരി മലയാളത്തിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല. കാരണം ഇരട്ടത്തപ്പാണ് മെയിൻ. ഇരട്ടത്തപ്പ്, ഒരു സൈഡിൽ കിടന്ന് ബഹളം വയ്ക്കും, ഒരു സൈഡിൽ നൈസായിട്ട് മിണ്ടാതിരിക്കും. ഈ എമ്പുരാൻ വിഷയത്തിൽ എന്തൊരു ബഹളം വരുന്ന കേരളത്തിൽ, സ്റ്റുഡിയോ വിഷയത്തിൽ നിശബ്ദത. അതെന്താ? ഇനി സുരേഷ് ഗോപിയെ പറ്റി പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപി താമര ചിഹ്നത്തിലാണ് കേരളത്തിൽ ജയിക്കുന്നത്. താമര ചിഹ്നത്തിൽ വേറൊരാൾ ജയിച്ചിട്ടില്ല. ഇവിടെ കുറേ ആൾക്കാർ സുരേഷ് ഗോപി ഈ തൃശ്ശൂർ പൂരം കലക്കിയിട്ടാണ് ജയിച്ചതൊക്കെ, ഇതൊക്കെ ചുമ്മാ തോറ്റ് കഴിയാൻ നേരത്തെ മറ്റേ ഡയലോഗ് അടിയാണ്. അതിന് കൂടുതലൊന്നും ഇതൊരു പ്രാധാന്യമില്ല. തൃശ്ശൂരിലെ ജനങ്ങളെ കളിയാക്കുന്ന രീതിയിലാണ് ഇവർ ഡയലോഗ് അടിച്ചുകൊണ്ട് ഇവർ ജയിക്കാൻ നേരത്ത് അത് മതേതരത്വവും, സുരേഷ് ഗോപി ജയിക്കാൻ നേരത്ത് അത് തൃശ്ശൂർ പൂരം കലക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ വമ്പൻ പരിപാടിയാണ്. ഇത് വോട്ടർമാരെ കളിയാക്കുമെന്ന് പറയും. ഇപ്പം ഞങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഞങ്ങളല്ല തോറ്റത്, നിലമ്പൂരിലെ മനുഷ്യരാണെന്നൊക്കെ പറഞ്ഞ സെയിം സാധനമാണ്. തൃശ്ശൂറുകാർ തോറ്റു, തൃശ്ശൂറുകാർക്ക് തെറ്റ് പറ്റിയെന്നാണ്. അതായത് നിങ്ങളുടെ മടിയിലാണോ തൃശ്ശൂറുകാരെല്ലാം ഇരിക്കുന്നത്? ഇവിടെ വോട്ട് ഇതിനകത്തൊക്കെ ഈ ഡയലോഗ് അടിക്കുന്ന ആൾക്കാർ മുഴുവൻ സുനിൽകുമാറിനും മുരളീധരനും വോട്ട് ചെയ്തവരാണ്. തൃശ്ശൂറുകാർക്ക് തെറ്റ് പറ്റിയെന്നത് സുരേഷ് ഗോപി ജയിച്ചാൽ അതിനെ കണ്ടു കഴിഞ്ഞാൽ ചൊറിച്ചിലുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നുമില്ല. തൃശ്ശൂറുകാർക്ക് പറ്റിയ തെറ്റാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതവരുടെ കരച്ചില്ലേ. വോട്ട് കിട്ടി ജയിച്ചു 5 വർഷം കഴിഞ്ഞ് എന്ത് സംഭവിക്കുക എന്നുള്ളത് അന്നേരം നോക്കാം. അന്നേരമാണല്ലോ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ജ്യോത്സ്യനാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിലവിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. സുരേഷ് ഗോപിയുടെ ഒപ്പിന് ഇപ്പോൾ വാല്യൂ ഉണ്ട്. അതിൽ ഈ ഡയലോഗ് അടിക്കുന്ന ടീം തോറ്റുപോയവർക്ക് എന്തായാലും ഒപ്പിന് വാല്യൂ ഒന്നും ഇല്ലല്ലോ, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുരേഷ് ഗോപി മത്സരത്തിലേക്ക് വരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് മത്സരിക്കും തൃശ്ശൂരിൽ. 2014 നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി വരുന്നതിന് മുമ്പ് തൃശ്ശൂരിലെ BJPക്കുള്ള വോട്ടെന്ന് പറയുമ്പോൾ 1,02,000 വോട്ടാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നുള്ളൂ, വെബ്സൈറ്റ് ഉണ്ട്, ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. 1,02,000 വോട്ട് മാത്രമുള്ളൊരു പാർട്ടിയാണ് BJP. 2014 തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കാൻ വരുന്നു. വോട്ട് 2,90,000 ആവും. അതായത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു ഒറ്റ വ്യക്തി 1,90,000 വോട്ട് നേടി. ഇവിടെ കുറേ ആൾക്കാർ എന്നിട്ടും തോറ്റില്ലെന്ന്. അത് എന്തും മണ്ടത്തരമായി ചോദിക്കുന്ന ആലോചിക്കും. ഒരാൾ വന്ന് 1,90,000 വോട്ട് ഇടുന്നു. ഈ ജയിച്ചുകൊണ്ടിരുന്ന ടീമിന് പോലും അത്രയും വോട്ട് ഉയർത്താൻ പറ്റിയിട്ടില്ല. അവരുടെ വോട്ടിൽ നിന്ന് ഇളകി സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം നിയമസഭയിലേക്ക് മത്സരിച്ചു. അവിടെയും സുരേഷ് ഗോപി വോട്ട് ഉയർത്തി. അതേ മത്സരത്തിൽ തന്നെ, അതായത് 2024 സുരേഷ് ഗോപി 70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 4 ലക്ഷം വോട്ട് അവിടെ പിടിക്കാൻ, 1,00,000 നിന്ന് 4,12,000 ആക്കി സുരേഷ് ഗോപി ഉയർത്തുകയാണ്. 3,12,000 വോട്ട് വ്യക്തിപ്രഭാവത്തിന്റെ പേരിൽ പോക്കറ്റിൽ കയറ്റിയ വ്യക്തിയുടെ പേരാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി കാണിച്ച റിയൽ ലൈഫിൽ കാണിച്ച ഈ ഹീറോയിസം കേരളത്തിൽ വേറൊരു രാഷ്ട്രീയക്കാരൻ കാണിച്ചിട്ടില്ല.
BJPക്ക് സ്പേസ് ഇല്ലാത്ത ഒരു നാട്ടിൽ വന്നിട്ട് താമര ചിഹ്നത്തിൽ ഇടതിനും വലതിനും വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ കൊണ്ട് താമര ചിഹ്നത്തിൽ കുത്തിച്ചിട്ട് പാർലമെന്റിൽ പോയ ഒരു വ്യക്തിയുടെ പേരാണ് സുരേഷ് ഗോപി. 2 പ്രാവശ്യം തോറ്റിട്ടുണ്ട്. പക്ഷെ 2 പ്രാവശ്യം തോൽക്കുമ്പോഴും 2000 വോട്ടല്ല സുരേഷ് ഗോപി ഉയർത്തിയത്. നിങ്ങൾ ഈ ജയിച്ച സ്ഥാനാർത്ഥിയില്ലേ, അതായത് ചിഹ്നത്തിൽ കുത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ ജയിപ്പിച്ചു വിട്ട സ്ഥാനാർത്ഥിയില്ലേ, അവർ ഇതിനു മുമ്പും നേടിക്കൊണ്ടിരുന്ന വോട്ടിൽ നിന്നും 4000, 5000 അല്ലെങ്കിൽ 6000 വോട്ട് ഉയർത്തുമ്പോൾ സുരേഷ് ഗോപി ഉയർത്തിയത് 1,90,000 വോട്ടാണ്. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാം, സുരേഷ് ഗോപി 2019 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ഉയർത്തിയെടുത്തത് 3,10,000 വോട്ടാണ് ഒരു മണ്ഡലത്തിൽ. ഇപ്പം ചില ആൾക്കാർ ചോദിച്ചും ഈ സ്വരാജ് മത്സരിച്ചത് നിയമസഭയിലേക്കാണ്, ലോകസഭയിലേക്ക് വെച്ചാണോ കമ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകസഭ എന്ന് പറയുന്നത് എത്ര നിയമസഭാ മണ്ഡലം ചേരുന്നതാണ്, അവിടെയാണ് സുരേഷ് ഗോപി ജയിച്ചു വന്നത്. അപ്പോൾ അത്രയും മണ്ഡലത്തിൽ ജയിച്ചു വെച്ച ഒരാളെ വെച്ചിട്ടാണ് ഞാൻ സ്വരാജിനെ കമ്പയർ ചെയ്ത്. സ്വരാജ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ പറ്റാത്ത ഒരാളാണ്. ഇവിടെ കുറേ എഴുത്തുകാരിരുന്ന് സ്വരാജ് മാസാണ്, ക്ലാസ് ആണെന്നും വടിവത്ത ഭാഷയിൽ സംസാരിക്കുന്നു, അക്ഷരസ്ഫുടതയോടെ സംസാരിക്കുന്നൊക്കെ പറഞ്ഞു. സംഭവം ശരിയാണ്, അക്ഷരസ്ഫുടതയോടെ സംസാരിക്കും. പാർട്ടിക്ക് വേണ്ടി മാത്രം, പാർട്ടി ചിഹ്നത്തിൽ കിട്ടുന്ന വോട്ടിന് അപ്പുറത്തേക്ക് ആകർഷിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് സ്വരാജ്. ഇവരുടെ തള്ളിനപ്പുറത്തേക്ക് സ്വരാജിന് പ്രത്യേകിച്ച് സ്പേസ് ഒന്നും, അല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വോട്ട് പിടിച്ചെടുക്കാനുള്ള സ്പേസ് പോലും സ്വരാജിനില്ല. ഇനിയിപ്പം അൻവറിനെ സ്വരാജിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്ര ബെറ്റർ ആണ് അൻവർ. ഞാൻ അൻവറിനൊക്കെ എഴുതി തള്ളിയാണ്. ഞാൻ ചോദിച്ചു ഈ മനുഷ്യനൊക്കെ എന്ത് മണ്ടത്തരെ കാണിച്ചതെന്ന് വിചാരിച്ച ഒരാളാണ്. ഈ അൻവർ പോലും ഇപ്പം 20,000 വോട്ടാണ് പിടിച്ചത്, അതും സ്വതന്ത്രനായിട്ട് നിന്നിട്ട്. ഏതെങ്കിലും പാർട്ടിയുടെ ചിഹ്നത്തിലല്ല അൻവർ നിന്ന്, സ്വതന്ത്രനായിട്ട് നിന്നിട്ട് പോലും ആ മണ്ഡലത്തിൽ അൻവറിന് 20,000 വോട്ട് നേടി. സ്വരാജ് ജനിച്ചു വളർന്ന നാട്ടില്, അൻവർ ജനിച്ചു വളർന്ന നാട്ടില് സ്വന്തമായിട്ട് 20,000 വോട്ട് അധികം പിടിച്ച ഒരാളാണ് ഈ PV അൻവർ. അപ്പം എത്രയോ ബെറ്റർ ആണ് സ്വരാജിനെയൊക്കെ വെച്ച് അൻവർ എന്ന് ആലോചിച്ച് നോക്കുക. ആൾക്കാരുടെ ഡയലോഗടി കേട്ടപ്പം നമ്മളിപ്പോൾ വിചാരിച്ചു സ്വരാജ് കണ്ട് എന്തോ കാണിക്കാൻ പോകുന്നു. സ്വരാജിനെ പോലെ കേരളത്തിൽ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖത്തെ കൊണ്ടുവന്ന് അവരവിടെ നിർത്തുന്നു. ഇപ്പൊ നരേന്ദ്രമോദി ഉത്തർപ്രദേശ് വാരണാസി പോയി നിന്ന് എന്തിനാന്ന് വെച്ചാൽ വ്യക്തിപ്രഭാവം തരംഗമുണ്ടാക്കാൻ വേണ്ടിയാണ് ലോകസഭയിലേക്ക്. എത്ര സ്റ്റേറ്റിലാണെന്ന് അറിയാം മോദി ഒരൊറ്റ സീറ്റിൽ ആ ഉത്തർപ്രദേശിന്റെ ബോർഡറിൽ വന്ന് മത്സരിച്ചപ്പം അവർ നേട്ടം ഉണ്ടാക്കിയത്. ഇതാണ് വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് കേരളത്തിൽ സുരേഷ് ഗോപിയിൽ കാണാം, പക്ഷേ സ്വരാജിൽ ആ സാധനം ഇല്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് സ്വന്തം പഞ്ചായത്തിൽ പോലും പുള്ളിക്കാരൻ പിന്നിലാണ്. ഷൗക്കത്താണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. സ്വരാജിന് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ, അതായത് ഇവരാണല്ലോ ഭരിക്കുന്നത്, സർവീസുകൾ, എല്ലാ ആനുകൂല്യവും, മീഡിയയുടെ സപ്പോർട്ട്, കേരളത്തിലെ എല്ലാ മീഡിയയുടെ സപ്പോർട്ട്. ഇപ്പൊ ജയ്ഹിന്ദോ, ജനോ ഒഴിച്ച് ബാക്കിയുള്ള മീഡിയ എല്ലാം ആരെ സപ്പോർട്ട് ചെയ്തത്? സ്വരാജിനെ സപ്പോർട്ട് ചെയ്തൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും പുള്ളിക്കാരന് വോട്ട് ഉയർത്താൻ പറ്റിയില്ല. നേരത്തെ അവർക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് മത്സരിച്ചത്, സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഇടതുപക്ഷം എന്ന് തന്നെ പറയാം. അവർക്ക് 82,000 വോട്ട് കിട്ടി. ഇപ്പൊ സ്വരാജിന് കിട്ടി 66,000 വോട്ടാ. 66,000 വോട്ട്, മനസ്സിലായില്ലേ? 82,000 വോട്ട് അൻവറിന്റെ പേരിൽ അന്ന് കിട്ടിയിട്ടുണ്ട്. ആ അൻവറിന് ഇപ്പോഴും 20,000 വോട്ട് നിൽക്കുന്നുണ്ട്. ഈ 20,000 വോട്ടിൽ നിന്ന് സ്വരാജിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ സ്വരാജിന് പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ, അൻവറിനാണ് മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ സത്യത്തിൽ ആ മണ്ഡലത്തിലെ വിജയ് അൻവറാണ്. സത്യത്തിൽ മണ്ഡലത്തിലെ വിജയ് അൻവറാണ്. ഇവിടെ കുറേ ആൾക്കാർ ചുമ്മാ തള്ളുക. പരാജയം തന്നെയാണ്, തോൽവി തന്നെയാണ്. അതിൽ വലിയ ഡയലോഗ് അടിച്ചിട്ടൊന്നും ഒരു കാര്യം. സ്വരാജിനെ സുരേഷ് ഗോപി എടുത്തൊന്ന് ത്രാസി തൂക്കി നോക്കുക. സ്വരാജിന് കിട്ടിയ ഈ മുൻഗണന ഉണ്ടല്ലോ, ആ മുൻഗണനയുടെ 1% പോലും സുരേഷ് ഗോപി കിട്ടിയില്ലേ. സുരേഷ് ഗോപി മീഡിയ അറ്റാക്ക് ചെയ്തു, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇടതും വലുതും അറ്റാക്ക് ചെയ്തു. മീഡിയയുടെ വലിയ രീതിയിൽ അറ്റാക്ക് കിട്ടിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക്. അവിടെ നിന്നാണ് സുരേഷ് ഗോപി 4,12,000 വോട്ട് ഒരു ലോകസഭാ മണ്ഡലത്തിൽ, എത്ര നിയമസഭാ മണ്ഡലങ്ങൾ, 4-5 നിയമസഭാ മണ്ഡലങ്ങൾ വരുന്ന ഒരു ലോകസഭ പിടിച്ചെടുക്കുക. അതായത് 70,000 വോട്ടിനെ ഭൂരിപക്ഷം നേടുക ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ സ്വരാജിനെ നമ്മുടെ കേരളത്തിലെ എഴുത്തുകാരും, നമ്മുടെ കേരളത്തിലെ അരുൺകുമാറിനെ പോലെയുള്ള മീഡിയക്കാരും, അങ്ങനെ പല മീഡിയക്കാരും സപ്പോർട്ട് ചെയ്തു. സർക്കാരിൻ്റെ സപ്പോർട്ട്, പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ, കേരളത്തിൽ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയുടെ സപ്പോർട്ട്, അതുപോലെ തന്നെ സർവീസ് സംഘടനകൾ, ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആൾക്കാർ, സോഷ്യൽ മീഡിയ എല്ലാം ഉണ്ടായിട്ടും അൻവറിനും പിന്നിലായി. വ്യക്തിപ്രഭാവം ഉണ്ടാക്കാൻ പറ്റാതെ, വ്യക്തിപ്രഭാവം എന്ന് പറഞ്ഞ ഒരു നേതാവ്, നിങ്ങൾ ഈ വലിയ ഡയലോഗ് അടിച്ചില്ലേ സ്വരാജ് വലിയ സംഭവം, ഈ നേതാവ് ഇവിടെ വന്ന് നിൽക്കാൻ നേരത്ത് ആൾക്കാരിങ്ങനെ ഒന്ന് കൂടണം. UDF BJP അല്ലെങ്കിൽ ഈ അൻവറിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന വോട്ടുണ്ടല്ലോ, അൻവറിന് എന്തുണ്ടായിരുന്നു? പണം ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. വേറെ അധികാരത്തിന്റെ സപ്പോർട്ട് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. UDFന്റെ സപ്പോർട്ട് ഉണ്ടോ? അവർ വരെ തള്ളിക്കളഞ്ഞ ഒരാൾ 20,000 വോട്ടാണ് അവിടെ പിടിച്ചത്. അൻവറിനെ സ്വരാജിനെ വെച്ച് നോക്കിയാൽ സ്വരാജ് എവിടെയാണ് എന്താണെന്ന് മനസ്സിലാവും. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പാർട്ടിക്കുള്ളിൽ മാത്രം നിൽക്കുന്ന ഒരാൾ, അതിനപ്പുറത്തേക്ക് ഒരു പ്രസക്തി ഇല്ലാത്ത ഒരാൾ. സ്വരാജിനെയും സുരേഷ് ഗോപിയെയും ഒന്ന് കമ്പയർ നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ 4 അയലത്ത്
സ്വരാജ് എത്തുന്നില്ല. സുരേഷ് ഗോപി എടുക്കുന്ന വിഷയങ്ങൾ നോക്കുക. സുരേഷ് ഗോപി എല്ലാ വിഷയങ്ങളിലേക്ക് ഇടപെടുന്നുണ്ട്, പാർട്ടിക്ക് അപ്പുറത്തേക്ക് വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്, സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ട്, സാധാരണ ഫാമിലിയിലേക്ക് എത്തുന്നുണ്ട്, ആൾക്കാരുടെ കണ്ണീര് കാണുമ്പോൾ ഇടപെടുന്നുണ്ട്. സ്വരാജ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? സ്വരാജ് പാർട്ടിക്കകത്ത് ഉള്ളിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി. അതിനപ്പുറത്തേക്ക് വിഷയത്തിൽ ഇടപെടില്ല, പാർട്ടിയിലെ തിരുത്തലുകളില്ല, ഒന്നുമില്ല. ഭയങ്കര തള്ളു ഉന്തുമൊക്കെ ആയിരുന്നു. പക്ഷെ അവസാനം എന്തായി? പവനായി, ശവമായി, പുള്ളി ഒന്നും അല്ലെന്ന് കേരളത്തിന് മനസ്സിലായി. കുറെ സാംസ്കാരിക നായകന്മാർ, എഴുത്തുകാരൊക്കെ ഒന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇവർ എഴുതുന്ന വായിക്കുന്നവർ പോലും സ്വരാജിന് വോട്ട് കുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജനിച്ചു വളർന്ന നാട്ടിൽ പുള്ളിക്കാരന് വിലയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജനിച്ചു വളർന്ന നാട്ടിലല്ലാഞ്ഞിട്ട് പോലും സുരേഷ് ഗോപി തൃശ്ശൂർ പോയി നിന്നപ്പോൾ സുരേഷ് ഗോപി ജയിച്ചും പോയി. അവിടെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി. ഇവിടെ എത്ര ആക്ഷേപിച്ചാലും, എത്ര കളിയാക്കിയാലും, എത്ര മീഡിയ അറ്റാക്ക് ചെയ്താലും, എത്ര മാധ്യമപ്രവർത്തകർ എഴുതി തള്ളിയാലും, മാധ്യമപ്രവർത്തകരൊക്കെ സ്വരാജിന് കൊടുക്കുന്ന പിന്തുണ സുരേഷ് ഗോപിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടോ? സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മാധ്യമമുണ്ടോ? ഒരു മാധ്യമം പറഞ്ഞില്ല. അവസാനം എന്ത് പറ്റി? മീഡിയക്കാർക്ക് തന്നെ വാമൂടിയിരിക്കേണ്ട അവസ്ഥ വന്നു. സുരേഷ് ഗോപിയുടെ അത്തരം ജനപിന്തുണ, ജനങ്ങൾക്കിടയിൽ സ്വാധീനം, തരംഗം ഉണ്ടാക്കാൻ വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. അതാണ് സുരേഷ് ഗോപി. അതുമായിട്ട് പേജ് കാണുന്നവർ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.